Hello everyone, welcome to our channel. ഇന്നത്തെ നമ്മുടെ വിഷയം ജെല്ല് യൂസ് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ജെല്ല് ഒരു ബേസിക് ആയിട്ടുള്ള മെൻസ് ഫാഷനിങ് മെൻസ് സ്റ്റൈലിൽ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവമാണ് ജെല്ല്. കാരണം ജെല്ലിൽ നിന്നാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഈവൻ നമ്മളിപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ വരെയും ജെല്ല് യൂസ് ചെയ്യണം. പക്ഷെ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ജെല്ല് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ജെല്ല് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ജെല്ലാണ്. കാരണം അത് തന്നെയാണ് ഏറ്റവും നല്ലത്. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ജെല്ലാകുമ്പോൾ നമുക്ക് കളയാനും വളരെ എളുപ്പമാണ്. ജെല്ലിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് അവൈലബിൾ ആണ്. അതായത് ഒരു മീഡിയം ഹോൾഡ്, സ്ട്രോങ് ഹോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ജെല്ല് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സ്ട്രോങ് ഹോൾഡാണ് കൂടുതൽ പ്രിഫർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ഹോൾഡ് ആകുമ്പോൾ കൂടി അതേപോലെ തന്നെ ഇരിക്കും. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ഹെയർ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ കുളി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പോൾ ജെല്ല് യൂസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ നനവ് എപ്പോഴും നമ്മുടെ മുടിയിൽ ഉണ്ടായിരിക്കണം. ആ നനവോട് കൂടിയിട്ടാണ് ജെല്ല് സ്റ്റൈൽ ചെയ്യേണ്ടത്. പിന്നെ ജെല്ല് ഒരു മീഡിയം ലെങ്ത് ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ നല്ലത്. എൻ്റെ കുറച്ച് മീഡിയം ലെങ്ത്തിൽ നിന്നും കാട്ടി ഒരു ഇത്രയും കൂടി ഒരു ഹെയർ എൻ്റെ ശരിക്കും വളർന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളെ ഇതൊന്ന് സ്റ്റൈൽ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും അത് പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ഇത് ചെയ്യണത്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോണ ജെല്ലെന്ന് പറഞ്ഞാൽ ഗാർണിയറിൻ്റെ ജെല്ലാണ്. ഇത് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ജെല്ലാണ്. അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് കാണിച്ചത്. അതായത് ഈ ഒരു ചെറിയ സൈസിൽ ശരിക്കും എടുക്കുക, നല്ല രീതിയിൽ നമ്മളെല്ലായിടത്തും തേക്കുക. ആദ്യം ഫ്രണ്ടിൽ നിന്ന് പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇനി ഞാൻ വേറൊരു സ്റ്റൈലും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ജെല്ല് ഞാനിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യണ കാരണം എനിക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ജെല്ല് യൂസ് ചെയ്ത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സ്റ്റൈല് മാറ്റാൻ ഉദ്ദേശിക്കണമെങ്കിൽ കുറച്ച് ഒരു വെള്ളം, ഒരു 2-3 തുള്ളി വെള്ളം ശരിക്കും നിങ്ങളുടെ കയ്യിൽ ഇതിട്ട് ഇപ്പോൾ ഈ നമ്മൾ സ്റ്റൈല് ചെയ്ത് വെച്ചേക്കണതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആ ഒരു ഹാർഡായിട്ട് ജെല്ല് ഇരിക്കണമെങ്കിൽ അത് മാറും. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇപ്പം എൻ്റെ വേറൊരു സ്റ്റൈല് ചെയ്യാനായിട്ട് ജസ്റ്റ് കോമ്പെടുത്ത് ഈരണായിട്ട് ഇപ്പോൾ ശരിക്കും ഹാർഡായിട്ടിരിക്കണില്ല. അപ്പോൾ അതായത് ഞാൻ ജസ്റ്റ് കോമ്പെടുക്കുക, ജസ്റ്റ് ഈരുക. ഇതാണ് സെക്കൻഡ് സ്റ്റൈൽ. ഒന്നുമില്ല, ജസ്റ്റ് കോമ്പെടുത്ത് ഈരണുള്ളൂ. ശരിക്കും ഒരു ഇപ്പം ഈ നിൽക്കുന്ന ലുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വാക്സും പൊമേഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന ഒരു ലുക്ക് തന്നെയാണ്. അപ്പോൾ ഇതാണ് ജെല്ല് യൂസ് ചെയ്യേണ്ട രീതി. വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്, വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. പക്ഷേ ജെല്ല് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മുടി ഒന്ന് നനച്ചിരിക്കണം. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഈവൻ വൺസ് ഒരു ജെല്ല് യൂസ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ സ്റ്റൈല് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വീണ്ടും മുടിയിലോട്ട് ആഡ് ചെയ്ത് വീണ്ടും നമ്മൾ മുടി ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വീണ്ടും വേറെ സ്റ്റൈല് ചെയ്യണമെങ്കിൽ സ്റ്റൈല് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ജെല്ല് ഗാർണിയറിൻ്റെ ജെല്ലാണ്. അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ആ ലിങ്കിൽ പോയിട്ട് മേടിക്കാവുന്നതാണ്. ജെല്ലൊക്കെ നമ്മുടെ സ്റ്റൈലിങ്ങിൽ ബേസിക് ആയിട്ടുള്ള ഐറ്റമാണ്. എല്ലാവർക്കും ഒരു ഹെയർ സ്റ്റൈലിംഗ് പ്രോസസ്സ്, നിങ്ങളൊരു ഹെയർ സ്റ്റൈലിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ജെല്ലിൽ നിന്ന് നിങ്ങളുടെ പണി തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഗുഡ് ബൈ.